മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോവുക. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എക്സാമിന് പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത്, ഇവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഡിസിഷൻ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്. അക്കോർഡിംഗ് ടു ഹൈനസ് ആൻഡ് മാസി, a decision is a course of action which is consciously chosen for achieving a desired result. നമ്മളൊരു പ്രതീക്ഷിക്കുന്ന ആ ഒരു കാര്യം നേടുന്നതിന് വേണ്ടി നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന, അല്ലേ, ചോസൺ, വിച്ച് ഈസ് കോൺഷ്യസ്ലി ചോസൺ, അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ആക്ഷനെയാണ്, പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസിഷൻ എന്നുള്ളത് നമുക്കവിടെ അങ്ങനെ എഴുതാം. അപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതോളം പഠിച്ചു വയ്ക്കാം. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദി സെലക്ഷൻ. എന്താണ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് ജോർജ് ആർ ടെറി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദി സെലക്ഷൻ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ ഫ്രം 2 or more പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ്. ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പല വഴികളുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുന്ന, ഏതെങ്കിലും ഒരു മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ വഴികളിൽ നിന്ന് ഏറ്റവും ഉചിതമായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുന്ന ആ ഒരു തീരുമാനത്തെ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എന്നത് പറയാമെന്ന് നമ്മൾ പ്ലാനിങ്ങിലും ആ ഒരു കാര്യം കണ്ടതാണ്. ഇനി നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് മേക്കിംഗ് എ ചോയ്സ് ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു കാര്യം ചെയ്യുന്നതിന് ഓൾട്ടർനേറ്റീവായിട്ട് പലവിധ വഴികളുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ചോയ്സ്, ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു പ്രക്രിയയാണ് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലേ. എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നത്? ആക്ഷൻ ഇൻ ഓർഡർ ടു അറൈവ് എ സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. പല വഴികളിലൂടെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് ഏതാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രക്രിയ ഡിസിഷൻ മേക്കിംഗ് എന്ന് നമ്മൾ പറയുന്നു, അല്ലേ. ഇനി നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിലടങ്ങിയിരിക്കുന്ന സ്റ്റെപ്പുകൾ എന്നുള്ളത് നമ്മൾ പ്ലാനിങ്ങിലൊക്കെ പഠിച്ചിരിക്കുന്ന സ്റ്റെപ്പുകളുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആ രീതിയിലും ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഇവിടെ ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം എന്നുള്ളതാണ്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു പ്രോബ്ലത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള സൊല്യൂഷനാണ് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് പ്രോബ്ലം, എന്താണ് നമ്മുടെ മുമ്പിലുള്ള കാര്യം. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിൽ സെയിൽസ് കുറയുന്നതാണോ, ലാഭം കുറയുന്നതാണോ, അല്ലേ. അപ്പോൾ എന്താണ് ഒരു പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലം, അല്ലേ. ഇഫ് എ പ്രോബ്ലം ഈസ് ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡിഫൈൻഡ്, ഹാഫ് ഓഫ് ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഈസ് ഓവർ. കൃത്യമായിട്ടുള്ളൊരു പ്രശ്നം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആ ഒരു പകുതി വഴി തന്നെ പിന്നിട്ടു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കറക്റ്റായിട്ട് നമ്മൾ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദ പ്രോബ്ലം ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ത്രൂ, നമുക്ക് പല വഴികളിലൂടെ നമുക്ക് ഈ പ്രോബ്ലത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ത്രൂ ഒബ്സർവേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. നമ്മൾ കാര്യങ്ങളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് സൂക്ഷ്മമായിട്ട് നിരീക്ഷണം നടത്തി നമുക്ക് എന്താണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കുക, അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ആഫ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇറ്റ് ഷുഡ് ബി വെൽ ഡിഫൈൻഡ്. നമ്മളതിനെ കൃത്യമായിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളതെന്ന് നിർവചിക്കണം, അല്ലേ. അപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ റിയൽ പ്രോബ്ലം ഈസ് ദി മാനേജർ ഷുഡ് ഐഡൻറ്റിഫൈ ദ സോഴ്സ് ഓഫ് പ്രോബ്ലം, അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോബ്ലത്തിനുള്ള കാരണം, അതിൻ്റെ സോഴ്സ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. എന്നാൽ നിങ്ങൾ ഇത്രയെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഈ ഒരു കാര്യത്തിന് വേണ്ടി എഴുതി വയ്ക്കുക. രണ്ടാമത് ഡയഗ്നോസ് ദ പ്രോബ്ലം എന്നുള്ളതാണ്. പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കി, ഇനി മാനേജേഴ്സ് ഫൈൻഡ് കോസ് ദ പ്രോബ്ലം. എന്താണ് ഈ ഒരു പ്രോബ്ലത്തിന് കാരണമായേക്കാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് ബൈ കളക്ടിങ് ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് ഹാവ് റിസൾട്ടഡ് ഇൻ ദ പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള അതിനുള്ള കാരണങ്ങൾ, അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതുമായിട്ടുള്ള വിവരങ്ങൾ, ഫാക്ട്സ് ആൻഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് മാനേജേഴ്സിൻ്റെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ ഡയഗ്നോസിസ് ഹെൽപ്പ് ടു ഡിഫൈൻ ദ പ്രോബ്ലം. എന്താണ് കൃത്യമായിട്ടുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡയഗ്നോസിസ്, അതായത് കാരണങ്ങൾ കണ്ടെത്തുന്നത് സഹായിക്കും. ഇറ്റ്സ് കോസസ്, എന്താണ് കാരണങ്ങൾ, അതിൻ്റെ ഡയമെൻഷൻ, അതിൻ്റെ അളവുകൾ, ഡിഗ്രി ഓഫ് സിവിയറിറ്റി, എത്രമാത്രം അത് തീവ്രമായിട്ടുള്ള പ്രോബ്ലമാണ്, ആൻഡ് ഒറിജിൻ, എവിടെ നിന്നാണ് അത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് അത് ഉത്ഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഡയഗ്നോസിങ് ഓഫ് ദി പ്രോബ്ലത്തിൽ വരിക. ഇനി മൂന്നാമതായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീക്സ് ഫാക്റ്റ് എന്നുള്ളതാണ്. നമ്മളിവിടെ പറഞ്ഞു, ഈ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി നമ്മൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് രീതിയിൽ കളക്ട് ചെയ്യുക. ദ മാനേജർ ഷുഡ് സെർച്ച് ആൻഡ് കളക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ബിയറിംഗ് ഓൺ ദി പ്രോബ്ലം. ആ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കളക്ട് ചെയ്യണം. സം ഇൻഫർമേഷൻ മേ ബി റെഡിലി അവൈലബിൾ, നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാവുന്ന ഇൻഫർമേഷൻ ഉണ്ടാകും. ആൻഡ് ഫർദർ ഇൻഫർമേഷൻ മേ ഹാവ് ടു ബി ജനറേറ്റഡ് ഫ്രം ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. അപ്പോൾ നമ്മൾ പല വഴികളിലൂടെ, ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും പല സോഴ്സുകളിലൂടെ
ഈ ഒരു പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ടുള്ള വസ്തുതകൾ നേടിയെടുക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്. നാലാമത് ഡിറ്റർമിനേഷൻ ഓഫ് പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ പ്ലാനിങ്ങിൽ കണ്ടതുപോലെ ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി പല വഴികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വഴികൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കണ്ടെത്തുന്നതിലൂടെയൊക്കെ നമുക്ക് കിട്ടും. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഡിറ്റർമൈൻ ദ അവൈലബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ടു സോൾവ് ദ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ വഴികളുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ, എന്തൊക്കെയാണ് വഴികളെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റീവ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ താഴെ പറയുന്ന പോയിന്റ്സ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. ഓൺലി റിയലിസ്റ്റിക് ആൻഡ് വേരിയബിൾ ഓൾട്ടർനേറ്റീവ് ആർ ടു ബി കൺസിഡേർഡ്. നമ്മൾ യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് മാത്രമേ നമ്മൾ പരിഗണിക്കാവുള്ളൂ. ടൈം ആൻഡ് കോസ്റ്റ് കൺസ്ട്രെയിൻസ്, ആ ഒരു ഓൾട്ടർനേറ്റീവ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോന്നിൻ്റെയും അതിനുവേണ്ടി ചിലവഴിക്കേണ്ട സമയം, എത്രമാത്രം ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട്, കോസ്റ്റ് കൺസ്ട്രെയിൻസ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതാണ്. ദ ഓൾട്ടർനേറ്റീവ്സ് ആർ ഡെവലപ്ഡ് വൺ, ദാറ്റ് മീൻസ് ഓൾട്ടർനേറ്റീവ് സെലക്ടഡ് മേ നോട്ട് ബി ദ കോപ്പി ഓഫ് ഓൾഡ് വൺ. അപ്പോൾ അതായത് നമ്മൾ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങളോടെ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആയിരിക്കണം. നമ്മുടെ മുൻകാലങ്ങൾ ചെയ്ത ഒന്നിൻ്റെ ഒന്നും കോപ്പി ആകാൻ വേണ്ടി അങ്ങനെ ആകരുത് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെയൊക്കെ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനിലൂടെ കൂടിയാലോചനയിലൂടെയൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് എഴുതി വയ്ക്കുക. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവാണ്. ഓൾട്ടർനേറ്റീവ് നമ്മളെല്ലാം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിനെയും നമ്മൾ സ്ക്രീൻ ചെയ്യണം, വിശദമായിട്ട് പരിശോധിക്കണം, അനാലിസിസ് നടത്തണം, വിശകലനം ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം അല്ലേ, ഇൻ ടേംസ് ഓഫ് ദിയർ ലൈക്ക്ലി ഔട്ട്കംസ്. ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ അനാലിസിസ് നടത്തണം. ഇവാലുവേഷൻ ഇസ് ഡൺ അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ ആൻഡ് ഓൾട്ടർനേറ്റീവ്സ് ആർ റാങ്ക്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ദിയർ സൗണ്ട്നെസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിനും ഇവാലുവേറ്റ് ചെയ്ത് റാങ്ക് ചെയ്യണം, ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ റാങ്ക് ചെയ്യാൻ വേണ്ടി ഓരോന്നിനും അടങ്ങിയിരിക്കുന്ന റിസ്ക്, ഇക്കോണമി ഓഫ് എഫേർട്ട്, നമ്മൾ എത്രമാത്രം എഫേർട്ട് അതിലിടണം, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, എന്തുമാത്രം നമ്മുടെ റിസോഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അതിൽ നിന്ന് ഓരോന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓരോ ഓൾട്ടർനേറ്റീവിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് റാങ്ക് നിശ്ചയിക്കുക. അതിനുശേഷമാണ് നമ്മൾ സെലക്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്, അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആ ഒരു ഓൾട്ടർനേറ്റീവ് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കണ്ടെത്തുന്നു അല്ലേ. അതിനുശേഷം ഇംപ്ലിമെൻറ്റേഷൻ, നമ്മൾ ആ ഒരു ആക്ഷൻ, നമ്മൾ ആ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഇതാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഡിഫറൻറ്റ് ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡിസിഷൻ മേക്കിങ്ങും ആൻഡ് പ്രോബ്ലം സോൾവിങ്ങും, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. എന്തെങ്കിലും പ്രോബ്ലം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തമ്മിൽ ബന്ധമുണ്ട്. ഡിസിഷൻ മേക്കിംഗ് മീൻസ് സെലക്ടിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഔട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഓൾട്ടർനേറ്റീവ്സിൽ നമ്മൾ ആ ഒരു ഏറ്റവും അനുയോജ്യമായ ഒന്നിനെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിന് ഡിസിഷൻ മേക്കിങ്ങും പ്രോബ്ലം പരസ്പരം ബന്ധപ്പെട്ടതാണ്. അൺലെസ് ദർ ഈസ് എ പ്രോബ്ലം, ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ദർ ഈസ് നോ ഡിസിഷൻ മേക്കിംഗ് അല്ലേ, ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ആർ ഇൻ്റർ റിലേറ്റഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നോക്കുക, ദ സ്റ്റെപ്പ് വൈസ് പ്രോസസ് ക്യാൻ ബി ഫോളോഡ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ആൻഡ് മേക്കിംഗ് സൗണ്ട് ടൈമിലി ഡിസിഷൻ. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും കൃത്യമായിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് അല്പം ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനാവശ്യമായുള്ള ഇൻഫർമേഷൻ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുക, ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സ് ഓഫ് ആക്ഷൻ സൊല്യൂഷൻസ് കണ്ടെത്തുക, അതിൽ നിന്ന് അതിനുശേഷം നമ്മൾ ഓരോന്നിനെയും ഓരോ ഓൾട്ടർനേറ്റീവ് നമ്മൾ അനാലിസിസ് ആൻഡ് കമ്പയർ ചെയ്യുന്നു, ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനെ നമ്മൾ കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു, അതിനുശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു അല്ലേ, മേക്ക് ഡിസിഷൻ, അതായത് ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വരിക. മേക്ക് എ പ്ലാൻ, എങ്ങനെയാണത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച്, അതായത് ആരെന്ത് എപ്പോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, ആ ഒരു പ്ലാനിനെ നമ്മൾ നടപ്പിലാക്കുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്ങിൽ വരിക. ഇനി സ്ട്രാറ്റജീസ് ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും വേണ്ടി ഉപയോഗിക്കുന്ന എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്, അതിൻ്റെ ഏതൊക്കെ വഴികളിലൂടെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങും ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളത്, അതിന് പല മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജിയാണ്. എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജി വാസ് ഡെവലപ്ഡ് ബൈ അലക്സ് എഫ് ഓസ്ബോൺ എന്ന് പറയുന്ന ആളാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇത് ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് ദി ഓൾഡസ്റ്റ് ആൻഡ് ബെസ്റ്റ് നോൺ ടെക്നിക് ഫോർ സ്റ്റിമുലേറ്റിംഗ് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ സൊല്യൂഷൻസ് കണ്ടെത്താനൊക്കെ ഒരു ആളുകളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട്, ഉത്തേജിപ്പിച്ചുകൊണ്ട്
നടത്തുന്ന ആ ഒരു ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിലെന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് എ യൂസ് ഓഫ് എ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ആർ പ്രസൻറ്റഡ് വിത്ത് എ പ്രോബ്ലം. അതായത് കുറേ ആളുകൾക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് നമ്മളൊരു പ്രോബ്ലം അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി. കുറച്ച് ആളുകൾ നമ്മളൊരു മുറിയിലോ ഹാളിൽ ഇരുത്തിയിട്ട് ആ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ആൻഡ് ആർ ആസ്ക്ഡ് ടു ഡെവലപ്പ് ആസ് മെനി പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ആസ് പോസിബിൾ. അവരോട് പറയുകയാണ് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്രമാത്രം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ അത് കണ്ടെത്താൻ വേണ്ടി പറയുകയാണ് അല്ലേ. അപ്പോൾ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് അവർ പരസ്പരം ഡിസ്കസ് ചെയ്യുകയാണ്. അത് ഒന്നുകിൽ ആ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആകാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് എക്സ്പേർട്ട് ആകാം, ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ എക്സ്പെർട്ടൻസ് ഉള്ള വൈദഗ്ധ്യമുള്ള ആളുകളാകാം. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യം ഇട്ട് കൊടുത്തുകൊണ്ട് ബ്രെയിൻ സ്റ്റോമിംഗ് ഈസ് ബേസ്ഡ് ഓൺ പ്രമേസ് ദാറ്റ് when people interact in free and uninhibited atmosphere they will generate creative ideas. അപ്പോൾ മറ്റാരും ശല്യം ചെയ്യാതെ ഒരു പ്രത്യേക ആ ഒരു സ്ഥലത്ത് ഇത്ര ആളുകളെ കൊണ്ടെത്തിയിട്ട് ആ ഒരു കാര്യം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അവർക്കുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവരെ ഏൽപ്പിക്കുമ്പോൾ അത്തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ധാരാളം ഐഡിയകൾ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരും. ആ ഒരു സ്ട്രാറ്റജിയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എഴുതിയാൽ മതിയാവും. ഇനി അടുത്തത് ക്രിയേറ്റീവ് തിങ്കിങ് സ്ട്രാറ്റജിയാണ് മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നോട്ട് എഴുതുക. ദ ബേസിക് റിക്വയർമെൻറ്റ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ടു ബിക്കം മോർ ക്രിയേറ്റീവ്. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള വഴികൾ കണ്ടെത്തുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഭാവന നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ. ക്രിയേറ്റിവിറ്റി ഇൻവോൾവ്സ് നോവൽ കോമ്പിനേഷൻ ഓഫ് ഐഡിയാസ് വിച്ച് മസ്റ്റ് ഹാവ് എ തിയറിറ്റിക്കൽ ഓർ സോഷ്യൽ വാല്യൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ഒരു ഇവിടെ നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പല പല ഐഡിയകൾ നമ്മൾ അതിൻ്റെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരുമിപ്പിച്ചുകൊണ്ട് തിയറിറ്റിക്കൽ ആൻഡ് സോഷ്യൽ വാല്യൂ അതിൻ്റെ കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം, അതിൽ നോളജ് ഉണ്ടായിരിക്കണം, സോഷ്യൽ വാല്യൂ ഉണ്ടായിരിക്കണം, സൊസൈറ്റി ഗുണമുള്ളതായിരിക്കണം അല്ലേ. മേക്ക് ആൻ ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ അതർ പീപ്പിൾ, മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പോൾ കസ്റ്റമേഴ്സിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് സ്ട്രാറ്റജി നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് കോൺഫിഡൻസ് വി ഹാവ് ബിലീഫ് ഇൻ ദി ഡിസിഷൻ വി മേക്ക്. അപ്പോൾ നമ്മൾ തന്നെ എടുക്കുന്ന ഡിസിഷനിൽ നമുക്ക് തന്നെ കോൺഫിഡൻ്റ് ആയിരിക്കണം അല്ലേ. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ക്രിയേറ്റീവ് തിങ്കിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്ട്രാറ്റജി ഫ്ലിപ്പ് ഫ്ലോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നേരെ തിരിച്ചാവുക തുടങ്ങിയ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഡിസിഷൻ ഇംപ്ലൈസ് ദി എൻഡ് ഓഫ് ഓൾ ഡെലിബറേഷൻസ് ഓൺ ആൻ ഇഷ്യൂ ആൻഡ് ബിഗിനിങ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ഡെലിബറേഷൻ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ അവസാനത്തെയാണ് നമ്മൾ ഡിസിഷനായിട്ട് പറയുന്നത് അല്ലേ. ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംടൈംസ് ടോപ്പ് എക്സിക്യൂട്ടീവ്, ചില സന്ദർഭത്തിലെങ്കിലും ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഫൈൻഡ് ദംസെൽസ് ഇൻ എ സിറ്റുവേഷൻ വെയർ ദേ ഹാവ് ടു സഡൻലി ഓൾട്ടർ എ ഡിസിഷൻ ഓൾറെഡി ടേക്കൺ ആൻഡ് ബീങ് ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വളരെ ആലോചനകൾക്ക് ശേഷം എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ പെട്ടെന്ന് തന്നെ മാറ്റം വരേണ്ട അവസ്ഥ നമുക്ക് ചില സന്ദർഭത്തിലെങ്കിലും ടോപ്പ് എക്സിക്യൂട്ടീവിന് വരാറുണ്ട്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടികളിലും ഒക്കെ നേതാക്കളൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റുന്നില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പെട്ടെന്ന് തീരുമാനം മാറ്റുന്ന അത്തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ടേക്കൻ, നമ്മൾ ഓൾറെഡി എടുത്ത ഡിസിഷൻ പെട്ടെന്ന് മാറ്റിയിട്ട് പുതിയൊരു ഡിസിഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു അല്ലേ. ദിസ് ഈസ് കോൾഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിംഗ് എന്ന് പറയുന്നത് അതാണ്. ദെൻ ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി ആകാം. നമ്മളൊരു ഒരു കാര്യത്തെ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടല്ലേ ആ തെറ്റുകൾ വരുത്തി അതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ളതിലേക്ക് എത്തുന്ന രീതിയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. എ ഡിസിഷൻ ഈസ് മെയ്ഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് ആർ ക്ലോസ്ലി മോണിറ്റേർഡ്. ഒരു ഡിസിഷൻ നമ്മൾ എടുക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. വെൻ ഡീവിയേഷൻസ് ഫ്രം ദി ഡിസൈഡ് ഔട്ട്കം, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം നമ്മൾ കിട്ടിയില്ല എങ്കിൽ അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ്, നമ്മൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നു. ദ പ്രോസസ് ഇസ് റിപ്പീറ്റഡ്, അങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ്സ് തുടരുന്നു. അണ്ടിൽ ദ ഡിസൈഡ് ഔട്ട്കം ഈസ് റീച്ച്ഡ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നവരെ നമ്മൾ ആ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമ്മൾ ചെയ്ത് അത് തെറ്റുകൾ എന്തുകൊണ്ട് തിരുത്തി അങ്ങനെ അവസാനം അതിൻ്റെ ഒരു ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തുന്നു. then കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആവാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോബ്ലം സോൾവിങ്ങിനും ഡിസിഷൻ മേക്കിങ്ങിനും ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്സ് ആണ്, സ്ട്രാറ്റജീസ് ആണ്. കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തി നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന രീതിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഗെറ്റിംഗ് ഇൻപുട്ട് ഫ്രം മൾട്ടിപ്പിൾ പീപ്പിൾ, പല ആളുകളിൽ നിന്നും നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കും. ഓഫൺ ഗ്രൂപ്പ്സ് ഓർ ടീംസ് വർക്ക് ടുഗദർ ടു ഡിസ്കസ് എ സിറ്റുവേഷൻ, കുറേ ആളുകൾ ഒരുമിച്ചിരുന്ന് നമ്മൾ കൂടിയാലോചന നടത്തി ഡിസ്കസ് ചെയ്ത് ആ ഒരു പൊട്ടൻഷ്യൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന രീതിയാണ് കൊളാബറേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് MBO എന്താണെന്നുള്ളത്
നമുക്ക് നോക്കണം. MBO ഈസ് റിഗാർഡഡ് ടു ബി വൺ ഓഫ് ദി മേജർ കോൺട്രിബ്യൂഷൻസ് മെയ്ഡ് ബൈ പീറ്റർ എഫ് ഡക്കർ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ എഴുതേണ്ടത് MBO എന്ന് പറയുന്നത് പീറ്റർ എഫ് ഡക്കറുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. 1964 അദ്ദേഹം അത് ആ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. ദിസ് കൺസെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ മെത്തേഡ് ഓഫ് പ്ലാനിങ്, സെറ്റിംഗ് സ്റ്റാൻഡേർഡ്, അപ്രൈസിങ് പെർഫോമൻസ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അപ്പോൾ MBO എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലാനിങ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. സെറ്റിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നു, ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നു, അപ്രൈസിങ് പെർഫോമൻസ്, അതിനുശേഷം ആളുകൾ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് MBOയിൽ വരുന്നത്. ഇറ്റ് ഇസ് ആൻ അപ്രോച്ച്. MBO എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എഴുതാം. ഇറ്റ് ഇസ് ആൻ അപ്രോച്ച് ആൻഡ് ഫിലോസഫി വിത്ത് ദ ബേസിക് എംഫസൈസ് ഓൺ സ്പെസിഫൈയിങ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. അതായത് നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തുകൊണ്ട് അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് എംഫസൈസ് ചെയ്തുകൊണ്ടുള്ള അത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് നമ്മൾ മാനേജ്മെൻറ്റ് വൈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഷുഡ് ബി സ്റ്റേറ്റഡ് സിമ്പിൾ ആൻഡ് ക്ലിയർ ടേംസ്. നമ്മൾ സിമ്പിൾ ആൻഡ് ക്ലിയർ ടേംസിൽ ഒബ്ജക്റ്റീവിനെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് ഒബ്ജക്റ്റീവിനെ നമ്മൾ നിർവചിക്കുക എന്നുള്ളത് ഈ ഒരു മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം കീ എലമെൻറ്റ്സ് ഓഫ് MBOയിലെ പ്രധാനപ്പെട്ട എലമെൻറ്റ്സ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സൂപ്പർവൈസർ ആൻഡ് സബോർഡിനേറ്റ് ഓൺ ദി ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ലക്ഷ്യം നിർണ്ണയിക്കുമ്പോൾ അത് സബോർഡിനേറ്റ്സിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ സൂപ്പർവൈസറും സബോർഡിനേറ്റും തമ്മിൽ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ എന്ത് കാര്യമാണ് നേടേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഹി എംഫസൈസ്ഡ് ദാറ്റ് ദ പെർഫോമൻസ് ഓഫ് ഈച്ച് ജോബ് ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഓൾ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. ഒരു ബിസിനസ്സിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവിനെ നേടുന്നതിന് വേണ്ടിയായിരിക്കണം ആ സ്ഥാപനത്തിലെ ഓരോരുത്തരുടെയും പെർഫോമൻസ് എന്നുള്ളതിനെക്കുറിച്ച് പീറ്റർ എഫ് ഡക്കർ MBOയിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് MBO ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്റ്റെപ്സ് ഇൻ MBO ആണ്. അത് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ആദ്യം തന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന. ഒബ്ജക്റ്റീവ്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്? അത് മറ്റുള്ള ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തി വേണം, അല്ലേ? ദ ഒബ്ജക്റ്റീവ് മസ്റ്റ് ബി ഫോർമുലേറ്റഡ് കെയർഫുള്ളി ബിക്കോസ് ദേ ആക്ട് ആസ് ഗൈഡ്ലൈൻസ് ഫോർ ഓൾ കൺസേൺഡ് ഇൻ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എന്ത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും അത് ആ ഒരു ഓർഗനൈസേഷനിൽ ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്താണ് ആ ഒരു സ്ഥാപനത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പ്രവർത്തികളും ലക്ഷ്യം വയ്ക്കുന്നത്. ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആർ സർവൈവൽ ആൻഡ് എക്സ്പാൻഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ഒബ്ജക്റ്റീവിനെ കൂടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സർവൈവലിന് വേണ്ടിയുള്ളത്, മറ്റൊന്ന് എക്സ്പാൻഷന് വേണ്ടിയുള്ളത്, അല്ലേ? സർവൈവൽ ആൻഡ് എക്സ്പാൻഷൻ. സർവൈവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം കണ്ടീഷൻ അണ്ടർ വിച്ച് ഓണേഴ്സ് വിൽ കണ്ടിന്യൂ ടു എംപ്ലോയ് ദെയർ ഫണ്ട്സ് ഇൻ ദ ബിസിനസ്. ആ ഒരു ബിസിനസ്സിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് നിലനിന്ന് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ഫണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളുമാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് റെപ്രസെൻറ്റ് ദ കോസ്റ്റ് ഫോർ സ്റ്റേയിങ് ഇൻ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടി, ഔട്ടാകാതെ നമ്മൾ തുടരാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് സർവൈവലിന് വേണ്ടിയുള്ള കാര്യം എന്ന് പറയുന്നത്. ദ ഗ്രോത്ത് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസിങ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഗ്രോത്ത് ഒബ്ജക്റ്റീവ് ആവാം, അത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ അളവ് കൂട്ടുക, ടേൺ ഓവർ, സെയിൽസ് കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക, അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് ഏതുമാകാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് ആക്ഷൻ പ്ലാൻ. നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, ഇനി ഒബ്ജക്റ്റീവ് നേടുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ഷൻ പ്ലാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് മേ റിക്വയർ അലോക്കേഷൻ ഓഫ് സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ടു ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വ്യത്യസ്തമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അല്ലെ ഓരോ ഇൻഡിവിജ്വലിനും ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുക, അതൊക്കെയാണ് ആക്ഷൻ പ്ലാനിൽ വരിക. ദെൻ പീരിയോഡിക്കായിട്ട് നമ്മളതിൻ്റെ റിവ്യൂ ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളത് പരിശോധിക്കേണ്ടതാണ്. പെർഫോമൻസ് അപ്രൈസൽ MBOൻ്റെ അടുത്ത സ്റ്റെപ്പാണ്. നമ്മുടെ ആളുകൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ചെയ്ത കാര്യങ്ങൾ എത്രമാത്രം എഫക്റ്റീവാണ്, അത് ഇവാലുവേറ്റ് ചെയ്യണം, അല്ലേ? അതാണ് പെർഫോമൻസ് അപ്രൈസലിൽ വരിക. ഇനി നമുക്ക് MBOയുടെ ബെനിഫിറ്റ്സും ഡീമെറിറ്റ്സോടെ നോക്കണം. ബെനിഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കുക, സബോർഡിനേറ്റ്സ് കോപ്പറേറ്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ സെറ്റിംഗ് ഗോൾ. അപ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ കൂടി പാർട്ടിസിപ്പേഷനോട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവായിട്ട് ആ ജോലികൾ അവർ ഇൻവോൾവ് ചെയ്യും, അല്ലേ? അപ്പോൾ അതാണ് MBOയുടെ ഒന്നാമത്തെ കാര്യം, ഒരു ഗുണം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദ സബോർഡിനേറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി വിച്ച് വിൽ എൻകറേജ് ദം ടു ഇംപ്രൂവ് ദിയർ പെർഫോമൻസ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമെന്നറിയാം, അവർ തന്നെ കൂടിയാലോചിച്ചാണ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ് ഓരോരുത്തരും സ്വയം മോട്ടിവേറ്റ് ചെയ്യപ്പെടും നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി. ദെൻ ബൈ സെറ്റിംഗ് എ ക്ലിയർ കട്ട് ആൻഡ് വെരിഫൈബിൾ ഒബ്ജക്റ്റീവ് ദ ഇൻഡിവിജ്വൽ ഈസ് ഗിവൺ എ ചാൻസ് ഓഫ് കൺട്രോളിങ് ഹിസ് ഓൺ പെർഫോമൻസ്. അപ്പോൾ കൃത്യമായിട്ട് ഒബ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ജോലി ചെയ്യേണ്ടതെന്നറിയാം. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അവരുടെ പ്രവർത്തികൾ കറക്റ്റാണോ, എത്രമാത്രം പ്രോഗ്രസ് ഉണ്ടെന്നൊക്കെ അവർക്ക് തന്നെ അനാലിസിസ് നടത്താൻ പറ്റും, എംപ്ലോയീസിന് തന്നെ. ഇത് എൻവിസേജ് പ്ലാനിങ്, അത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്, അതായത് ഗോൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരും ആ ഒരു ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി കമ്മിറ്റഡ് ആയിരിക്കും, കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇൻ്റഗ്രേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽ വിത്ത് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് പോസിബിൾ. ഓരോ ഓർഗനൈസേഷൻ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ
ആ ഒബ്ജക്റ്റീവിനെ ആ സ്ഥാപനത്തിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ച് ചെയ്താണ് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു ഡെഫിനേറ്റ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഓരോരുത്തരും കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റാൻഡേർഡ് അത് നേരത്തെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അതിൽ വരിക. അതിൻ്റെ വീക്ക്നെസ്സസിലേക്ക് വരുമ്പോൾ ദ മെയിൻ എംഫസിസ് ഓഫ് MBO ഈസ് സെറ്റിംഗ് അപ്പ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് MBOയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ കൊടുക്കുന്ന കാര്യം. പക്ഷേ ഈ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതാണ് MBOയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഇസ് റിക്വയർഡ് വൈൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ് അല്ലേ. സോ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി ടാസ്ക്. രണ്ടാമത് ഡിമെറിറ്റ് പറയുന്നത് സബോർഡിനേറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഈസ് ദി കോർണർ സ്റ്റോൺ ഓഫ് MBO. MBOയിൽ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ സൂപ്പർവൈസർ തനിയെ എഴുതുന്ന ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയല്ല, അത് സബോർഡിനേറ്റ്സിൻ്റെ കൂടെയും പാർട്ടിസിപ്പേഷൻ അവിടെ ആവശ്യമാണ്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും അത് കിട്ടണമെന്നില്ല. ദിസ് മേ നോട്ട് ബി ഫീസിബിൾ ഇൻ ഓൾ ഓർഗനൈസേഷൻ അല്ലേ. ദർ ഈസ് ഡേഞ്ചർ ഓഫ് റിജിഡിറ്റി ഇൻ MBO ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, പിന്നീട് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ മാറ്റം വരാതെ, അതായത് കാലാനുസൃതമായിട്ട് മാറ്റം വരുത്താതെ തുടർന്നുകൊണ്ട് പോകുന്ന അവസ്ഥകൾ വരാറുണ്ട്. അപ്പോൾ അതൊരു റിജിഡിറ്റിയാണ്. റിജിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറ്റം പറ്റാത്ത അവസ്ഥയാണ്. അത് ഒരു പ്രോബ്ലമാണ്. ദെൻ MBO ഈസ് ഓൺലി സക്സസ്ഫുൾ ഇഫ് ദി ഒബ്ജക്റ്റീവ്സ് ആർ സെറ്റ് ഇൻ മെഷറബിൾ ആൻഡ് വേരിയബിൾ ടേംസ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് നമുക്ക് പെർഫോമൻസ് നമ്മൾ പിന്നീട് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് അത് വേരിഫയബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലായിരിക്കണം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. MBO എംഫസൈസ് ഷോർട്ട് ടൈം ഗോൾസ്. ഷോർട്ട് ടൈമിലേക്കുള്ള ഗോൾ നേടുന്നതിന് വേണ്ടിയാണ് സാധാരണ MBO ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് ആർ നോട്ട് ഗിവൺ മച്ച് അറ്റൻഷൻ. ലോങ് ടൈമിലേക്കുള്ള ആ ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ അറ്റൻഷൻ അവിടെ കൊടുക്കുന്നില്ല. ഇനി നമുക്ക് സജഷൻസ് ടു ബിക്കം MBO മോർ എഫക്റ്റീവ്. MBO കൂടുതൽ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും സജഷൻസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. സപ്പോർട്ട് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സമ്പൂർണ്ണമായിട്ടുള്ള ആ ഒരു സപ്പോർട്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ആവശ്യമാണ്. ദെൻ അറ്റൈനബിൾ ഒബ്ജക്റ്റീവ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുമ്പോൾ അത് ലക്ഷ്യം നേടാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് ആയിരിക്കണം അല്ലേ. അത് ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറയണം. അത് കൃത്യമായിട്ട് നേടാൻ പറ്റുന്ന ഒബ്ജക്റ്റീവ് മാത്രമേ സെറ്റ് ചെയ്യാവുള്ളൂ. നേടാൻ പറ്റാത്ത ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെന്നില്ല. ഒപ്പം തന്നെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആളുകളിലേക്ക്. പാർട്ട് ഓഫ് ദി ഫിലോസഫി ഓഫ് ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഫിലോസഫിയായിട്ട് തന്നെ ഇത് എടുക്കേണ്ടതാണ്. മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഒരു പ്രധാനപ്പെട്ട ഒരു അംശമായിട്ട് ഇതിനെ കണ്ട് നടപ്പിലാക്കേണ്ട കാര്യമാണ്. മോഡിഫിക്കേഷൻ ആൻഡ് റിവ്യൂ ഓഫ് MBO. നമ്മൾ MBO നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മളതിനെ റിവ്യൂ ചെയ്യുകയും അതിനെ പരിശോധിക്കുകയും വേണ്ടപ്പെട്ട മോഡിഫിക്കേഷൻ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതാണ്. ഗീവ് ഫോർ ഫോർമൽ ട്രെയിനിങ്. MBOൻ്റെ ഭാഗമായിട്ട് എംപ്ലോയീസിന് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് MBO മെച്ചപ്പെടുത്താനുള്ള സജഷൻസ് ആയിട്ട് പറയുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു ടോപ്പിക്കോടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും, പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.